ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമെ TV സീരീസിന്റെ സീസൺ 3 21ാമത്തെ എപ്പിസോഡാണ്. ഇനി ഒരേ ഒരു എപ്പിസോഡ് കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ സീസൺ 3 അവസാനിച്ചു. അടുത്ത നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ആ പോട്ട് സമയങ്ങളാണ് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ടൈറ്റനായി മാറിയ ക്രൂഗറിനെയാണ്. അവിടെയുള്ള ഓഫീസേഴ്സിനെ എല്ലാം അവൻ അറ്റാക്ക് ചെയ്യുന്നു. അത് കണ്ട് ഏഗറിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അയാൾ അവരെ നാരങ്ങ പിഴിഞ്ഞത് പോലെ പിഴിഞ്ഞ് സമുദ്രത്തിലോട്ട് വലിച്ചെറിഞ്ഞു. പറഞ്ഞതുപോലെ സമുദ്രം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ? ഭൂമിയുടെ 70% ഉപ്പുവെള്ളം കൊണ്ട് നിറഞ്ഞ ഒരു ജലാശയമാണ് സമുദ്രം. പിന്നീട് നമ്മൾ കാണുന്നത് തിരിച്ച് മനുഷ്യന്റെ രൂപത്തിലോട്ട് വന്ന് ഏഗറിന്റെ കെട്ടഴിക്കുന്ന ഔളിനെയാണ്. ഹേ ഔൾ, നിങ്ങൾ ശരിക്കും ആരാണ്? എന്റെ പേര് എറിൻ ക്രൂഗർ എന്നാണ്. നീ ഇപ്പോ കണ്ടതുപോലെ 9 ടൈറ്റനുകളിൽ ഒരു ടൈറ്റന്റെ അവകാശി. നിന്നെ പോലെ തന്നെ ഏമറിനെ വിശ്വസിക്കുന്ന ഒരാൾ. പക്ഷെ നിങ്ങൾ എങ്ങനെയാ സെക്യൂരിറ്റിയിൽ കയറി പറ്റിയത്? അവർ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ലേ? അതിനൊരു ഡോക്ടറുടെ സഹായം മാത്രം മതി. സത്യം പറഞ്ഞ ഡോക്ടർമാർ നല്ലൊരു ചാരന്മാരാണ്. നിന്റെ ജോലി നീ നന്നായി ചെയ്തു. പക്ഷെ റിസൾട്ടിന്റെ കാര്യത്തിൽ ഗ്രേസിന് അങ്ങനെ പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ശരിയാണ്, ഒരു ഭർത്താവ് എന്ന നിലയിലും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഞാനൊരു പരാജയമാണ്. എന്നിട്ടും ഞാൻ മാത്രം എന്തിനാ ഇവിടെ ഒരു മനുഷ്യനായി അവശേഷിക്കുന്ന? എന്റെ ഭാര്യ രാജ്യരത്വമുള്ള ഏമറിന്റെ പ്രജയായിരുന്നു. ഒരു ടൈറ്റന്റെ യഥാർത്ഥ ശക്തി അവൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചേനെ. അപ്പോ എന്റെ വായ അടച്ചില്ലായിരുന്നെങ്കിൽ അവൾ ഇപ്പോ പറ, എന്തിനാ എന്നെ മാത്രം രക്ഷിച്ചേ? ഹേയ്, നിനക്ക് നിന്റെ വിരലുകൾ വേദനിക്കുന്നില്ലേ? ഓ, എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്ര അധികം ശ്രദ്ധയുണ്ടല്ലേ? അവർ ഇത് വെട്ടിക്കളയുമ്പോൾ നിങ്ങൾക്ക് ഈ ശ്രദ്ധ ഉണ്ടായിരുന്നില്ലല്ലോ. നേരത്തെ നിങ്ങളൊരു ടൈറ്റനായി മാറിയിരുന്നെങ്കിൽ ബാക്കിയുള്ളവരെ കൂടെ രക്ഷിക്കാമായിരുന്നല്ലോ. എന്തിനാ അവരെ ടൈറ്റനാക്കിയപ്പോ നിങ്ങൾ നോക്കി നിന്നത് എന്ന് ഏഗർ ചോദിക്കുന്നു. നിന്റെ മാത്രമല്ല, ആയിരക്കണക്കിന് ഏമറിന്റെ പ്രജകളുടെ വിരലുകൾ ഞാൻ വെട്ടിയിട്ടുണ്ട്. അവരെ ടൈറ്റനാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാം എൽഡിയൻസിന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഇനി അധികം സമയമില്ല കൃഷ. അവസാനമായി ഒരു മിഷൻ കൂടെ ഞാൻ ഏൽപ്പിക്കുകയാണ്. നിന്നെ കണ്ട ആ ദിവസം അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ മാർലയുടെ മുമ്പിൽ നിനക്ക് വിജയിക്കണമെന്നുള്ള ആഗ്രഹം ഇത്ര വലുതാകില്ലായിരുന്നു. ഈ ലോകം തന്നെ ചാരമാക്കാൻ ഈ രാജ്യത്തോടും നിന്റെ അച്ഛനോടും നിനക്ക് നിന്നോട് തന്നെയുള്ള നിന്റെ കണ്ണിലെ ആ ദേഷ്യം മാത്രം മതിയായിരുന്നു. ഒരിക്കൽ ആ ദേഷ്യം ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഈ നേഷനിൽ തന്നെ തുടർന്ന രാജകുടുംബം ഒരു വിപ്ലവം രൂപീകരിച്ചു. എന്റെ അച്ഛനും അതിലൊരു ഭാഗമായിരുന്നു. പക്ഷെ ഒന്നും നേടാൻ അവർക്ക് സാധിച്ചില്ല. അവരെ ജീവനോടെ കത്തിച്ച് ചാമ്പലാക്കി. അന്നൊരു കുട്ടിയായിരുന്ന ഞാൻ ഒരു ചെറിയ മുറിയുടെ കതകിന്റെ വിടവിലൂടെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. അന്നു മുതൽ ഞാൻ ജീവിച്ചത് മാർലയെ ഇല്ലാതാക്കി എൽഡിയൻസിനെ തിരിച്ചു കൊണ്ടുവരാനായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തത് എന്റെ വംശത്തിലുള്ള ആളുകളുടെ വിരൽ വെട്ടി അവരെ ടൈറ്റനാക്കി മാറ്റുക മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് വരെ ആരും എന്നെ സംശയിക്കാഞ്ഞത്. ഞാൻ ഇപ്പോഴും ആ ഡോറിന്റെ വിടവിലൂടെയാണ് ഈ ലോകത്തെ കാണുന്നത് എന്ന് ക്രൂഗർ അവനോട് പറയുന്നു. ശരി, അവസാനമായി ഞാൻ ചെയ്യേണ്ട മിഷൻ എന്താണ്? നീ ആ മതിലിനകത്തോട്ട് പോയി ഫൗണ്ടിങ് ടൈറ്റനെ തിരിച്ചെടുക്കണം. അതിനു മുൻപ് എന്റെ ടൈറ്റനെ നീ സ്വീകരിക്കണം. ടൈറ്റൻ ആയതിനു ശേഷം നീ എന്നെ കഴിക്കണം. ഫൗണ്ടിങ് ടൈറ്റനെയും ഈ രീതിയിലായിരിക്കണം നീ വീണ്ടെടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ചെയ്തൂടെ? ആ 9 ടൈറ്റനിൽ ഒരു ടൈറ്റനെ സ്വീകരിക്കുന്നവർ 13 വർഷം മാത്രമേ ജീവിക്കൂ. എനിക്ക് ഈ ശക്തി കിട്ടിയിട്ട് 13 വർഷമാകാൻ പോവാണ്. എമിറിന്റെ കേഴ്സ് എന്നായിരുന്നു അവൾ അതിനെ വിളിച്ചിരുന്നത്. ടൈറ്റനുകളുടെ ശക്തി നേടിയെടുത്ത് ഫൗണ്ടർ ടൈറ്റൻ 13 വർഷങ്ങൾക്ക് ശേഷം മരിച്ചു. അതിൽ നമ്മളും ഇനി അതുപോലെ മരിക്കും എന്ന് എറിൻ പറയുന്നു. അപ്പോ എനിക്കിനി 13 വർഷം കൂടെ. നിനക്കോ? എനിക്ക് 8 വർഷം തികച്ചില്ല. ഇതെല്ലാം തന്നെ മിക്കാസയും കേൾക്കുന്നുണ്ട്. 13 വർഷങ്ങൾ കഴിഞ്ഞ് ആ ടൈറ്റൻ ശക്തി ഒരാളെ ഏറ്റെടുക്കാതെ മരിച്ചുപോയാൽ പിന്നീട് ഏമിറിന്റെ പ്രജകളിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ആ ശക്തി കിട്ടും. സോ ഏമിറിന്റെ പ്രജകളെല്ലാം നമുക്ക് കാണാൻ പറ്റാത്ത ഏതോ തരത്തിൽ കണക്റ്റഡ് ആണ്. അവകാശികളിലെ ഒരാൾ ഒരു പാത കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ടൈറ്റന്റെ ചോരയും അസ്ഥിയും ക്രിയേറ്റ് ആവുന്നതും ചില സമയങ്ങളിൽ ഓർമ്മകൾ സഞ്ചരിക്കുന്നതും ഈ പാതയിലൂടെയാണ്. ഈ പാതകളെല്ലാം കൂടിച്ചേരുന്നത് ഒരു കോർഡിനേറ്റിലാണ്. അതാണ് ദ ഫൗണ്ടിങ് ടൈറ്റൻ. സോ ഇതെല്ലാം എറിന്റെ അച്ഛനോട് ക്രൂഗർ പറഞ്ഞ എറിന്റെ മൈൻഡിലുണ്ടായിരുന്ന ഓർമ്മകളാണ്. ഈ ഫൗണ്ടർ ഏമിയർ ശരിക്കും ആരായിരുന്നു? മാർലെ ഗവൺമെന്റ് പറഞ്ഞത് പ്രകാരം അവൾ ഡബിളിന്റെ ഫ്രണ്ട് ആയിരുന്നു. എൽഡിയൻസിന് അവൾ ദൈവത്തിന്റെ ഒരു മിറാക്കിൾ ആയിരുന്നു. സർവ്വ ജീവജാലങ്ങളുടെയും ഭൗതിക വസ്തുവിന്റെ സ്രോതസ്സിൽ അവൾ തൊട്ടു എന്ന് മറ്റു ചിലർ. സത്യം എന്താണെന്ന് ആർക്കറിയാം? ശരിക്കും ഒരു സത്യമില്ലെന്നതാണ് യഥാർത്ഥ ഒരു സത്യം. ആർക്ക് വേണമെങ്കിലും ഡെവിളോ ഗോഡോ ആക്കി മാറ്റാം.
അതാണ് സത്യമെന്ന് വിശ്വസിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ മാത്രം മതി. ഡൈനി ഒരു റോയൽ ബ്ലഡ് ആണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? പിന്നെ എന്തുകൊണ്ട് അവളെ രക്ഷിച്ചില്ല? അവൾ റോയൽ ബ്ലഡ് ആയതുകൊണ്ട് തന്നെ. ശത്രുക്കൾക്ക് ഒരിക്കലും അവളെ കിട്ടാൻ പാടില്ല. സീക്ക് മാർലയോട് എല്ലാം പറയുന്നതിന് മുൻപ് തന്നെ ഇത് ചെയ്യണമായിരുന്നു. ജീവിതകാലം മുഴുവൻ ശത്രുക്കളുടെ കുട്ടികളെ ഉണ്ടാക്കാൻ അവളെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഞാൻ എന്റെ കടമയാണ് ചെയ്തത്. ഇനി എന്റെ അവസരമാണ്. ടൈറ്റൻ ശക്തിയുള്ള ഒരാൾക്ക് മാത്രമേ മതിലിന്റെ അടുത്തോട്ട് ചെല്ലാൻ സാധിക്കൂ. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. അവനെ ഒരു ടൈറ്റൻ വിഴുങ്ങുമ്പോ അത് കാണാൻ രസമുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? ഒരിക്കലുമില്ല. അയാളുടെ നിലവിളിയും കരച്ചിലും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഫ്രീഡം കിട്ടാൻ പകരം നൽകേണ്ട വില ഇതായിരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നു എന്ന് പറയുവാണ് യേഗർ. എനിക്ക് പോരാട്. എൽഡിയൻസിന്റെ ഫ്രീഡത്തിന് വേണ്ടി എഴുന്നേക്ക. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഇത് നോക്ക്, നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാ. ഇല്ല, നോക്കില്ല. നോക്കില്ല, എഴുന്നേക്കില്ല, പോരാടില്ല. നിനക്കൊരു അണ്ടിയുമില്ലേ? അതോ മാർലെ അതും വെട്ടിയെടുത്തോ? മാർലയോടുള്ള എന്റെ ദേഷ്യമാണ് ഉണർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അത് വേണ്ട. ഇനി എന്റെ അടുത്ത് ബാക്കിയുള്ളത് എന്റെ പാപങ്ങൾ മാത്രമാണ്. അത് മതി. നിന്നെ ഞാൻ തെരഞ്ഞെടുത്തതിന്റെ പ്രധാന കാരണം ആ ദിവസം നീ ആ മതിലുകൾക്ക് പുറത്തു പോയതുകൊണ്ടാണ്. അന്ന് നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നീ നിന്റെ അച്ഛന്റെ ക്ലിനിക് ഏറ്റെടുക്കില്ലായിരുന്നു. നിന്റെ സിസ്റ്റർ ജീവിച്ചേനെ, കല്യാണം കഴിച്ച് ചിലപ്പോൾ കുട്ടികളും ഉണ്ടായേനെ. പക്ഷെ നീ ആ മതിലിന് പുറത്തോട്ട് പോയി. നമ്മളിൽ ഒരാളെ ഇതിന് മുകളിൽ നിന്ന് താഴോട്ട് തള്ളിയിട്ട് ആ ദിവസം മുതൽ, നിന്റെ സിസ്റ്ററെ ആ മതിലിന് പുറത്തോട്ട് കൊണ്ടുപോയ ആ ദിവസം മുതൽ നമ്മൾ ചെയ്തതിനെല്ലാം റിസൾട്ട് കിട്ടുന്നത് വരെ മുന്നോട്ട് തന്നെ പോകണം. അത് മരിക്കുമ്പോഴാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും എന്ന് ക്രൂഗർ പറയുന്നു. ഇത് കേട്ട് യേഗർ ആ ഫോട്ടോയിലോട്ട് നോക്കുന്നു. ഇത് നീ തുടങ്ങി വെച്ച സ്റ്റോറിയാണ്. നിനക്കിപ്പോ കിട്ടാൻ പോകുന്ന ഈ ടൈറ്റൻ ഉൾപ്പെടെ 9 ടൈറ്റൻസിനും ഓരോ പേരുണ്ട്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഫ്രീഡത്തിന് വേണ്ടി ഈ ടൈറ്റൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ ഫ്രീഡത്തിന് വേണ്ടി ഇത് പോരാടി. അതിന്റെ പേരാണ് അറ്റാക്ക് ടൈറ്റൻ എന്നവർ പറയുന്നു. അപ്പോഴാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. യേമിറിന്റെ വംശകരിൽ ഉറങ്ങിക്കിടക്കുന്ന അമാനുഷികമായ ശക്തിയാണ് ഈ 9 ടൈറ്റൻസ്. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ അബ്നോർമൽ ടൈറ്റൻസും ഇതിന്റെ ഭാഗമാണ്. ആ ശക്തിയും ഓർമ്മകളും സ്ഥലകാലങ്ങൾക്ക് അതീതമായി പാതയിലൂടെ സഞ്ചരിക്കുന്നു. അതെല്ലാം ചെന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് ഫൗണ്ടിങ് ടൈറ്റൻ. ഹേയ്, നീ ഇപ്പൊ എന്താ ചെയ്തേ? അറ്റാക്ക് ടൈറ്റൻ നിന്റെ ടൈറ്റന്റെ പേരാണോ അത്? അത് നീ എന്തിനാ നിന്നോട് തന്നെ പറയുന്ന? ഹേയ് മതി ആഞ്ചി, അവന് 15 വയസ്സല്ലേ. എല്ലാവരും ഈ ഒരു പ്രായത്തിലൂടെ തന്നെയാ കടന്നു പോയിരിക്കുന്നത്. ഹേയ് ഒന്ന് മിണ്ടാണ്ടിരിക്ക്. നിങ്ങളെയൊക്കെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ എന്ന് ചോദിച്ച് എറിയും ടെൻഷനാകുന്നു. ഹേയ് ഇറങ്ങ. എന്റെ ശിക്ഷ 10 ദിവസം കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഓ, ഇപ്പൊ ഹാഞ്ചിയെ സഹായിക്കേണ്ടി വന്നത് തന്നെ വലിയൊരു ശിക്ഷയാണ്. പ്രീമിയർ സക്ലിയുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. കൊളോസ്റ്റലിനെയും ആർമേഡിനെയും തോൽപ്പിച്ച് നായകന്മാരെ ജയിലിലിട്ടാൽ അത് ജനങ്ങൾക്ക് മോശം സന്ദേശം നൽകുമത്രേ. അതിന്റെ കൂടെ ബീസ്റ്റിനെയും ആർമേഡിനെയും രക്ഷപ്പെടാൻ സമ്മതിച്ച മണ്ടന്മാരെയല്ലേ നിങ്ങൾ എതിർത്തതെന്നും പറഞ്ഞു. ശരി, വേഗം തയ്യാറായിട്ട് വാ, നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ലീവായി അവരെ വിളിച്ചോണ്ട് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ക്രിസ്റ്റയ്ക്ക് വേണ്ടി യാമിർ എഴുതിയ ആ ലെറ്റർ വായിക്കുന്ന ക്രിസ്റ്റയെയാണ്. പ്രിയപ്പെട്ട ഹിസ്റ്റോറിയ, ഞാൻ ഈ കത്തെഴുതുമ്പോൾ എന്റെ അടുത്ത് റെയ്നർ നിൽക്കുന്നുണ്ട്. ഈ ലവ് ലെറ്ററിൽ അവൻ ഒളിഞ്ഞു നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൻ അത്ര ശരിയല്ല. വെറുതെയാണോ അവന് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ലാത്തത്? എന്നാലും ഈ കത്ത് നിനക്ക് അവൻ തരുമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അവനെ രക്ഷിച്ചതിനുള്ള പ്രത്യുപകാരമാണെന്നാണ് അവൻ പറഞ്ഞത്. നിന്നോട് അന്ന് അങ്ങനെ ചെയ്തതിന് എന്നോട് ക്ഷമിക്കണം. നിന്നെ അവിടെ വിട്ട് അവരെ ഞാൻ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ മരിക്കാൻ ഇനി അധിക സമയമില്ല. പക്ഷെ എനിക്ക് കുറ്റബോധമൊന്നുമില്ല. അങ്ങനെ പറയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഒരു കാര്യം എന്റെ ഉള്ളിൽ കടന്ന് എന്തോ പോലെ ആവുന്നു. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ലല്ലോ. ചിലപ്പോ അതായിരിക്കും. സ്നേഹത്തോടെ യമീർ എന്നവൾ അതിൽ എഴുതി വെക്കുന്നു. ഇത് കണ്ട ഹിസ്റ്റോറിയ ആ കത്തിൽ തൊടുന്ന സമയത്താണ് അവൾക്ക് എന്തോ പോലെ തോന്നുന്നത്. ഈ പാതകളെല്ലാം കൂടിച്ചേരുന്നത് ഒരു കോർഡിനേറ്റിലാണ്. അതാണ് ഫൗണ്ടിങ് ടൈറ്റൻ. ഹേയ്, എന്താ ഇത്? എന്താ ഇവിടെ സംഭവിച്ചേ? ഹേയ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഇത് മാത്രമേ കിട്ടിയുള്ളൂ. അതെ, നമുക്ക് ഉപകാരമുള്ള ഒന്നും അതിലുണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന എന്തെങ്കിലും അതിലുണ്ടായിരുന്നോ? അറിയില്ല, പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു മണ്ടിയാണ് യമീർ, ശരിക്കും ഒരു മണ്ടി. എനിക്ക് ചമ്മൽ തോന്നിയാൽ പെട്ടെന്ന് തന്നെ അവൾ വിഷയം മാറ്റുമായിരുന്നു. എനിക്കിപ്പോഴും നിന്നെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ ഹിസ്റ്റോറിയെ വിഷമിക്കുന്നു. അപ്പോഴാണ് എറിനും മറ്റുള്ളവരും അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ മൂന്നിനും ഒരു മാറ്റവും ഇല്ലല്ലോ. എനിക്ക് സന്തോഷമായി.
സോ പിന്നീട് നമ്മൾ കാണുന്നത് ആ പുസ്തകങ്ങളെക്കുറിച്ചും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന ആളുകളെയെല്ലാം ഒരു റൂമിനകത്തോട്ട് വിളിച്ചു കൂട്ടുന്നതാണ്. ഘൃഷിയേഗറിന്റെ പാസ്റ്റ്, ടൈറ്റൻസിനെ കുറിച്ച് മനുഷ്യർക്ക് അറിയാവുന്നതെല്ലാം, മതിലുകൾക്ക് പുറത്തുള്ള ലോകത്തെ പറ്റി അറിയാവുന്ന മറ്റു വിവരങ്ങൾ, പിന്നെ ഈ പുസ്തകത്തിനകത്ത് എന്താണെന്ന് അറിയാവുന്നവരെല്ലാം ഇപ്പൊ ഈ റൂമിനകത്തുണ്ട്. ജീവനോടെയുള്ള 9 സർവേ കോപ്സിന്റെയും 199 സൈനികരുടെയും ജീവന്റെ റിസൾട്ടാണ് ഈ പുസ്തകങ്ങൾ. രാജ്ഞിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ചർച്ചയിലൂടെ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതിയും തുടർന്നുള്ള കാര്യങ്ങൾക്കുള്ള ഒരു പ്ലാനും നമ്മളിപ്പോ രൂപീകരിക്കേണ്ടതാണ്. സർവേ കോപ്സിന്റെ കമാൻഡർ ഹാൻജി സോയി സാർ, എർവിൻ സ്മിത്ത് അടക്കമുള്ള അനേകം ധീരരായ സൈനികരുടെ ത്യാഗങ്ങൾ കാരണം വാൾമാറിയെ തിരിച്ചുപിടിക്കാനും കൊളോസ്റ്റൽ ടൈറ്റന്റെ ശക്തി നേടിയെടുക്കാനും നമുക്ക് സാധിച്ചു. എന്നാലും ഈ മതിലിനകത്തുള്ള നമ്മൾ ഇപ്പോഴും ഡേഞ്ചറിലാണ്. ടൈറ്റൻസ് മാത്രമാണ് നമ്മുടെ ശത്രുക്കളെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും സമാധാനമുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ശരിക്കുമുള്ള ശത്രുക്കൾ മനുഷ്യർ തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ലോകം തന്നെ. ഈ പുസ്തകങ്ങൾ പ്രകാരം ടൈറ്റനായി മാറാൻ സാധിക്കുന്ന വംശത്തിലെ ഏമറിന്റെ പ്രജകളാണ് നമ്മൾ വീണ്ടും ഈ ലോകം ഭരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെ ഇല്ലാതാക്കാൻ ഈ ലോകം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്. ഫൗണ്ടിംഗ് ടൈറ്റൻ മാറിലേക്ക് കിട്ടിയാൽ എൽഡിയൻ വംശം അതോടെ തീരും. ആ മതിലുകളുടെ രാജാവ് ഒരിക്കലും അതിനെ അനുവദിക്കില്ല. ആ രാജാവ് ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല. എൽഡിയൻ വീണ്ടും അവരുടെ പാപങ്ങൾ ആവർത്തിച്ചാൽ ഞങ്ങളുടെ മരണം ഞങ്ങൾ തന്നെ സ്വീകരിക്കും. യുദ്ധത്തിന് പോകില്ലെന്നൊരു പ്രോമിസ് ഫൗണ്ടിംഗ് ടൈറ്റനുമായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മതിലുകൾ അടയ്ക്കുന്നതിന് മുൻപ് പുറത്തുള്ള രാജകുടുംബത്തോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണിത്. മതിലിനകത്തുള്ള ടൈറ്റൻസിനെ ഉപയോഗിച്ച് ഈ ലോകം തന്നെ ഇല്ലാതാക്കാൻ പറ്റുമെന്നും അദ്ദേഹം പറഞ്ഞില്ലേ? ശത്രുക്കളെ ഭയപ്പെടുത്താൻ അവർ പറഞ്ഞ കള്ളം കാരണം കുറച്ചു കാലമെങ്കിലും അവർ സമാധാനത്തോടെ ജീവിച്ചു. മതിലുകളുടെ രാജാവ് ജനങ്ങളുടെ ഓർമ്മ മായ്ച്ചു കളഞ്ഞു. മതിലുകൾക്ക് പുറത്ത് മനുഷ്യരാരും ബാക്കിയില്ലെന്ന് അവരെ വിശ്വസിപ്പിച്ചു. ഒന്നും അറിയാത്ത വിഡ്ഢികളുടെ നടുവിലിരുന്ന് അതാണ് സ്വർഗമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സ്വന്തം പ്രജകളെ സംരക്ഷിക്കാത്ത രാജാവൊന്നും ഒരു രാജാവല്ല. ഭീരുവായ ആ രാജാവിൽ നിന്നും ഫൗണ്ടിംഗ് ടൈറ്റനെ തിരിച്ചെടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഡോക്ടർ യേഗർ അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തിയാക്കി. പിന്നീട് ഫൗണ്ടിംഗ് ടൈറ്റനെ തന്റെ മകനായ എറിന് കൈമാറി. ഫൗണ്ടിംഗ് ടൈറ്റന്റെ പൂർണ്ണ ശക്തി ഉപയോഗിക്കാൻ റോയൽ ബ്ലഡിലുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. പക്ഷേ റോയൽ ബ്ലഡിലുള്ള ഒരാൾ ഫൗണ്ടിംഗ് ടൈറ്റനെ കൈവരിച്ചാൽ അവർ ആദ്യത്തെ രാജാവിന്റെ ആ കോൺസെപ്റ്റിന് അടിമയാകും. ആ രാജാവിന്റെ ആഗ്രഹങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. യുദ്ധം ചെയ്യില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രോമിസ് ആണ് അതിന് കാരണം. എന്നാൽ ഒരിക്കൽ എറിൻ സാധാരണ ടൈറ്റനുകളെ കൺട്രോൾ ചെയ്ത് ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. സോ അവൻ റോയൽ ബ്ലഡ് അല്ലെങ്കിലും ഫൗണ്ടിംഗ് ടൈറ്റന്റെ പൂർണ്ണ ശക്തി അവന് ഉപയോഗിക്കാൻ സാധിച്ചേക്കും. ശരിയാണ്, ആ ഒരു നിമിഷത്തിൽ എല്ലാം കണക്റ്റഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് അപ്പോ മാത്രം എന്ന് എറിൻ ചിന്തിക്കുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്. എന്റെ പേര് ഡൈനാഫ്രിസ്റ്റ്. ഞാൻ റോയൽ ഫാമിലിയിലെ അവസാനത്തെ അംഗമാണ്. ഇത് ഓർമ്മ വന്ന എറിൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നു. ഹേയ്, പേടിച്ചു പോയല്ലോ, എന്തു പറ്റി എന്ന് ഹാൻജി അവനോട് ചോദിക്കുന്നു. എന്നാ എന്ത് പറയണമെന്ന് അവന് മനസ്സിലാകുന്നില്ല. എന്നാ അവന്റെ ഫേസ് കണ്ട് ഹാൻജിക്ക് കാര്യം മനസ്സിലാകുന്നു. ഓ, അതാണല്ലേ കാര്യം. സോറി സാർ, അവനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുകയാണ്. പരസ്പര ബന്ധമില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. അമ്മയെയും ഹോണസിനെയും കൊന്ന ആ ടൈറ്റൻ എന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയാണെന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ അത് പറഞ്ഞ റോയൽ ബ്ലഡിലുള്ള ഒരാളെ ടൈറ്റനാക്കി മാറ്റിയതിനു ശേഷം ഞാൻ അവരെ തൊട്ടാൽ ഫൗണ്ടിംഗ് ടൈറ്റന്റെ പൂർണ്ണ ശക്തിയും എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചേക്കും. പക്ഷെ അത് വെറും ഒരു സാധ്യത മാത്രമാണ്. ഇനിയെല്ലാം അവരോട് പറഞ്ഞാൽ തന്നെ അവർ ഹിസ്റ്റോറിയെ എന്ത് ചെയ്യും എന്ന് എറിൻ ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡോക്ടർ യേഗറിനെ ടൈറ്റനാക്കി മാറ്റുന്ന ക്രൂഗറിനെയാണ്. മതിലിനകത്ത് നീ പോയതിനു ശേഷം ഒരു കുടുംബം ഉണ്ടാക്കണം. ഹേയ്, നിങ്ങൾ എന്താ ഈ പറയുന്നേ? എനിക്ക് ഡൈനയില്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടൈറ്റനായി മാറിയതിനു ശേഷം ഞാൻ മറക്കില്ലേ? എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ മറ്റാരെങ്കിലും ഇത് കണ്ടേക്കാം. നിന്റെ ഭാര്യയോ കുട്ടിയോ അയൽക്കാരനോ. മതിലുകൾക്കുള്ളിൽ ആരെയെങ്കിലും നീ സ്നേഹിക്കണം. നിനക്കതിന് സാധിച്ചില്ലെങ്കിൽ ഇതെല്ലാം വീണ്ടും ആവർത്തിക്കും. അതേ ചിത്രവും അതേ തെറ്റുകളും എല്ലാം. മിക്കാസയെയും ആർമിനെയും ബാക്കിയുള്ള എല്ലാവരെയും രക്ഷിക്കണമെങ്കിൽ ഈ ദൗത്യം നീ പൂർത്തിയാക്കണം. മിക്കാസ, ആർമിൻ, ആരാ അതൊക്കെ? അതെനിക്കറിയില്ല. ഇതാരുടെ ഓർമ്മകളാണ് എന്ന് ക്രൂഗർ തന്നെ ചിന്തിക്കുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.